Hello guys, welcome back to my channel. This is Minesh Gadia back with another video. Guys, ഇന്നും ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. And in today's video, I'm gonna show you one of the easiest and tastiest mandi recipe. And yes guys, it's chicken mandi recipe. അതെൻ്റെ ഉമ്മയുടെ ഒരു റെസിപ്പിയാണ്. ഇറ്റ്സ് സോ ഈസി. ഐ മീൻ ഇത്ര എളുപ്പത്തിൽ ഉണ്ടാക്കിയിട്ട് ഇത്ര യമ്മിയായി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി ഇറ്റ് ഈസ് ദിസ് മന്തിയിലിട്ടോ. അപ്പം എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉമ്മ പെട്ടെന്ന് അവിടെ ഉണ്ടാക്കാൻ തുടങ്ങി. ലൈക്ക് എന്തുണ്ടാക്കുന്ന ചിക്കൻ മന്തി. അപ്പോൾ ഞാൻ നമുക്ക് വീഡിയോ എടുത്താലും വേണേ എടുത്തോ, പക്ഷെ അധികം സമയം എടുക്കരുത്. ഇറ്റ്സ് ലൈക്ക് ഓക്കെ, നമുക്ക് ഇങ്ങനെയൊക്കെയായിട്ട് ഷെയർ ചെയ്യാം. അപ്പം ഗൈസ്, അപ്പം എന്നാൽ നമുക്ക് മന്തി ഉണ്ടാക്കുന്ന റെസിപ്പി നോക്കാം. സോ ബിഫോർ ദാറ്റ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ വീഡിയോനെ പറ്റി തോന്നുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഇഫ് യു ആർ വ്യൂയിങ് മൈ ചാനൽ ഫോർ ദ ഫസ്റ്റ് ടൈം, എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ ആ ബെല്ലൈക്കണും കൂടെ അടിച്ച് പൊട്ടിച്ചേക്ക്. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ നമ്മൾ സൂപ്പർ ഈസി മന്തി ഉണ്ടാക്കാനായിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട കേട്ടോ. എന്നാലും കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അതിനെ കഴുകി വൃത്തിയാക്കിച്ച ചിക്കനിലോട്ടേക്ക് നമ്മളിതുപോലെ കുറേ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ ചിക്കൻ 2 കഷ്ണാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ മന്തി ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തിലോട്ടേക്ക് മാറ്റി വെക്കണം. ദെൻ നമ്മൾ ഇതിൻ്റെ അകത്തോട്ടേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് പെരിഞ്ജീരകം, വലിയ ജീരകം, കുറച്ച് ഏലക്ക കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 5-6 ഉണ്ട്. പിന്നെ കുറച്ച് പട്ട, ഗ്രാമ്പൂ, കുറച്ച് ഡ്രൈഡ് ലീവ്സ്, പിന്നെ ഒരൊറ്റ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂടുന്തോറും മാഗി ക്യൂബും അതിനനുസരിച്ച് കൂടാം കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ 1 കപ്പ് മല്ലിയില ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ 3/4 കപ്പ് പുതിനയിലയും. മിൻറ്റ് ലീവ്സ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത്, കാരണം നല്ലൊരു ഫ്ലേവറും സ്മെല്ലൊക്കെ നൽകുന്ന ഈ മിൻറ്റ് ലീഫാണ് കേട്ടോ. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും, പിന്നെ ഒരു 5-6 പച്ചമുളകും ആഡ് ചെയ്യണം. പച്ചമുളക് ചെറുതായതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അത്ര ആഡ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യണം. ഉപ്പ് ആഡ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം, ബിക്കോസ് നമ്മൾ മാഗി ക്യൂബ് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നിട്ടൊരു ഉണക്കനാരങ്ങ 2 കഷ്ണാക്കി ഇട്ടിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. ദെൻ ഓപ്ഷണൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് എരിവിനനുസരിച്ചിട്ട് നമുക്ക് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. നമ്മളിവിടെ 1.5 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ 3 തക്കാളി വെള്ളമൊന്നും ഇല്ലാണ്ട് വെറുതെ മിക്സിയുടെ ജാറിൽ അടിച്ചിട്ടിട്ട് അതിൻ്റെ അകത്ത് ഒഴിക്കും കേട്ടോ. എന്നിട്ട് നല്ലോണം കൈവച്ച് മിക്സ് ചെയ്തിട്ട് ചെറിയൊരു കളറിനായി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്യാം. ഇതും ഓപ്ഷണലാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് കമ്പൈൻ ചെയ്യണം. എന്നിട്ട് ഇത് നമ്മൾ അടുപ്പത്തോട്ടേക്ക് വെക്കണം കേട്ടോ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ, ഈ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് 7 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. നമ്മളിവിടെ 4 ഗ്ലാസ് അരി എന്ന കണക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം 7 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം ആഡ് ചെയ്തിട്ട് ഇത് നമ്മൾ ഈ ചിക്കൻ ഒന്ന് കുക്കാവാൻ വെക്കണം. ചിക്കൻ നല്ലോണം ഒന്ന് കുക്കായതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ബാക്കി പരിപാടികൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു സമയത്ത് നമ്മുടെ സ്റ്റോക്കിൻ്റെ ഉപ്പൊന്ന് നോക്കണം കേട്ടോ. ഞങ്ങൾ നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു. സോ വി ആഡഡ് എ ലിറ്റിൽ എക്സ്ട്രാ. ഇവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറോളം ഈ ചിക്കൻ ഒന്ന് വെന്ത് വരുന്നവരെ നമ്മൾ മൂടി വെച്ച് വേവിച്ചു. ഒരു അരമണിക്കൂറോളം കഴിഞ്ഞപ്പോൾ നല്ലോണം തിളച്ചൊരു നല്ല സ്മെല്ലായിരുന്നു. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയോ നോക്കി, ആൻഡ് ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി കുക്ക്ഡ് ഓൾ ദി വേ ത്രൂ. നമ്മളിനി ഈ ചിക്കൻ മാറ്റി വെച്ച് ഈ വെള്ളത്തിലാണ് നമ്മൾ നമ്മുടെ റൈസ് കുക്ക് ചെയ്യാൻ പോകുന്നത്. റൈസ് ഞാൻ പറഞ്ഞ പോലെ 4 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇത് മിനിമം ഒരു 1/4 മണിക്കൂർ നമ്മുടെ റൈസ് പൊതിർത്ത് വെച്ചതായിരിക്കണം കേട്ടോ. ഈ ചിക്കൻ എടുത്ത് മാറ്റിയ ഉടനെ നമുക്ക് നമ്മുടെ റൈസ് ആഡ് ചെയ്യാം. അതിൻ്റെ അകത്തോട്ടേക്ക് ഉള്ള റൈസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂറോളം ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കണം. എന്നിട്ട് നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്, ഷാലോ ഫ്രൈ മാതിരി. സോ വി ആർ ഗോയിങ് ടു ആഡ് സം കാശ്മീരി ചില്ലി പൗഡർ. അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് കുറച്ച് പെപ്പർ പൗഡർ, സോൾട്ട് ടു ടേസ്റ്റ്. സോൾട്ട് ആഡ് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പിന്നെ ഒരു നാരങ്ങയുടെ നീരും കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിലാക്കണം. എന്നിട്ട് ഈ പേസ്റ്റ് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ച് ചിക്കനിലോട്ടേക്ക് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യുന്നില്ല, കാരണം ഓൾറെഡി ചിക്കൻ കുക്ക്ഡ് ആയതാണ്. അപ്പോൾ ചെറുതായിട്ടൊരു ഷാലോ ഫ്രൈ ചെയ്യാണ്. അപ്പം ഒരു പാൻ അടുപ്പത്തോട്ടേക്ക് വെച്ച് അതിൻ്റെ അകത്ത് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യാണ്. നിങ്ങൾക്ക് ഒലിവ് ഓയിലും യൂസ് ചെയ്യാം, പക്ഷെ നമ്മുടെ ഒലിവ് ഓയിൽ തീർന്നു പോയി. സോ നമ്മളിവിടെ ആൾട്ടർനേറ്റ് ഓപ്ഷനായിട്ട് സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്.
ഇനി ഈ 2 പീസ് ചിക്കനും നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്ത് നല്ല പുറത്ത് നല്ലൊരു ഗോൾഡൻ ക്രസ്റ്റൊക്കെ വരുന്നവരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു 2-2.5-3 മിനിറ്റോളം ഒരു സൈഡ് കുക്കായാൽ മതി കേട്ടോ. അപ്പം ഈ ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ നല്ല മന്തി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ലെയർ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ടേക്ക് നമ്മുടെ പൊരിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ പൊരിച്ച് വെച്ച ചിക്കൻ ഇതിൻ്റെ അകത്തോട്ടേക്ക് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫോയിൽ വെച്ചിട്ട് ഒരു കുഞ്ഞി ബോൾ മാതിരി ആക്കി ഇതിൻ്റെ നടുക്ക് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നല്ലോണം കരിയിച്ചെടുത്ത് നമ്മൾ ചാർക്കോൾ ആഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്നൊരു പുക വരും. സോ വി നീഡ് ടു ക്ലോസ് ദ ലിഡ് സോ ഫാസ്റ്റ്. എന്നിട്ട് ഒരു 1/4 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ മന്തിയുടെ ഒരു സ്മെല്ല്, ഓ മൈ ലോഡ്, അടിപൊളിയായിരിക്കും. എന്നിട്ട് നമുക്ക് സെർവ് ചെയ്തിട്ട് യു ക്യാൻ ഈറ്റ് ഇറ്റ് വിത്ത് ടൊമാറ്റോ ചട്നി, മൈനീസ്, ജിർജിൽ, എനിത്തിങ് യു ലൈക്ക്. Guys, this is literally the best chicken mandi my mom has ever made. അപ്പം I'm telling you guys, it's a must try. എന്തായാലും മറക്കാതെ ട്രൈ ചെയ്യണം. ആൻഡ് ഇറ്റ്സ് അമേസിങ്.